PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ലാബ് അസിസ്റ്റന്റിനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ലാബ് അസിസ്റ്റന്റും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒരേ സിലബസ് തന്നെയാണ് പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാലും ലാബ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാലും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് 11 ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അത് SCRT സോഷ്യൽ സയൻസ് ഉൾപ്പെടെ, കൂടാതെ പ്രീവിയസ് ഇയർ സെറ്റ്, കേരള ഭരണവും ഭരണ സംവിധാനം, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, പൊതുവിജ്ഞാനം, പ്രീവിയസ് ഇയർ സെറ്റുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള SCRT ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലാബ് അസിസ്റ്റന്റോ അസിസ്റ്റന്റ് സെയിൽസ്മാനോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണോ വേണ്ടത്, അത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ആണെങ്കിൽ അങ്ങനെ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെ മെസ്സേജ് ചെയ്യുക. വാട്സ്ആപ്പ് മെസ്സേജ് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ, കോൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കോളുകൾ വരുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുത്ത് പറയാറുണ്ട് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഉദ്യോഗാർത്ഥികൾ കുറെ പേര് കോൾ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കോൾ വരുമ്പോൾ ക്ലാസ് കട്ടായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ, കമന്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിങ്ങൾ കൃത്യമായിട്ടുള്ള സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിജ്ഞാനം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്തായിട്ട് നോക്കി, കേരള ഭരണവും ഭരണ സംവിധാനം നോക്കി, ജീവശാസ്ത്രം, പൊതുജന ആരോഗ്യം തീർന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതിക ശാസ്ത്രമാണ്. ഇതുവരെ ഏകദേശം 65ഓളം വീഡിയോസ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സിലബസ് ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കാത്തവർ വേണ്ടി കണ്ടു നോക്കണം കേട്ടോ. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഭൗതിക ശാസ്ത്രം നമ്മൾ ഭൗതിക ശാസ്ത്ര ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ, തോത് നോക്കി. ചലനവും ചലന നിയമങ്ങളും, മൂന്നാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. അപ്പൊ നമുക്ക് പഠിക്കാം ISROയെ കുറിച്ച്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റിയാണ് ഏത്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. 1962 ഇങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. ഈ ഒരു സ്ഥാപിതമായത് 1962 ഫെബ്രുവരിയിലാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലായത് 1972 കേട്ടോ. അപ്പൊ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ബഹിരാകാശ സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലായത് എന്നാണ്? 1972. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? തിരുവനന്തപുരത്തെ തുമ്പ എന്ന് പറയുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ UNOയ്ക്ക് സമർപ്പിച്ച വർഷം 1968 ഫെബ്രുവരി 2. അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. സ്ഥാപിതമായത് 1962 ഫെബ്രുവരിയിലാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലായ വർഷം 1972. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ UNOയ്ക്ക് സമർപ്പിച്ചത് 1968 ഫെബ്രുവരി 2. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? തുമ്പയാണ് കേട്ടോ. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, ഇത് എപ്പോഴും തന്നെ PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയും ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയുമാണ്. മാറിപ്പോവരുതേ. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമായ വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ചാന്ദിപ്പൂറിലാണ്. ചാന്ദിപ്പൂർ എവിടെയാ? ഒഡീഷയിലാണ്. വീലർ ദ്വീപ് ഇപ്പൊ ഏത് ദ്വീപ് എന്ന് അറിയപ്പെടുന്നേ? നമ്മുടെ അബ്ദുൽ കലാം ദ്വീപ് എന്ന പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തെ തുമ്പയാണ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം വീലർ ദ്വീപ് എവിടെയാ? ചാന്ദിപ്പൂരിലാണ്, ഒഡീഷയിൽ. ഇപ്പൊ വീലർ ദ്വീപ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്വീപ് അബ്ദുൽ കലാം ദ്വീപ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് ഏത്? ISRO. ISROയുടെ ഫുൾ ഫോം എന്താ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഏതാത്? ISRO ആണ് അല്ലെ. സ്ഥാപിതമായത് എന്നാ? 1969 ഓഗസ്റ്റ്
15-ാം തീയതി. അപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഫുൾ ഫോം. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവനാണ്. ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ് ആസ്ഥാനം. 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിന്റെ കീഴിലായിരുന്നു? ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്നു. ഏത് വകുപ്പിന്റെയാണ്? ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്നു കേട്ടോ. ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്ന ISROയുടെ ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായത് സെപ്റ്റംബർ 1972 സെപ്റ്റംബറിലാണ് ആണവോർജ വകുപ്പിന് കീഴിലായിരുന്ന ISRO ബഹിരാകാശ വകുപ്പിന്റെ കീഴിലാകുന്നത്. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ ഏതൊക്കെയാ? ഓറഞ്ചും നീലയുമാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഓറഞ്ചും നീലയുമാണ്. ISRO ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. അപ്പൊ ISRO ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എന്നൊക്കെയാ? ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാ? ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO ആണ്. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവനാണ് ബംഗളൂരുവിലെ. 1972 ISRO പ്രവർത്തിച്ചിരുന്നത് ആണവോർജ വകുപ്പിന്റെ കീഴിലാണ്. ഈ ആണവോർജ വകുപ്പിന് കീഴിലായിരുന്ന ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായത് സെപ്റ്റംബറിലാണ് 1972. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ ഓറഞ്ചും നീലയുമാണ്. ISRO ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ് ആണെന്ന് കൂടി ഒന്ന് ഓർക്കണേ. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി ഏതാ? VSSV ആണ് കേട്ടോ. VSSV ആണ്. VSSC ആണ് എന്ത്? ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി. റോക്കറ്റ് നിർമ്മിക്കുന്ന ഉത്തരവാദിത്തം ISRO അനുബന്ധ ഏജൻസിക്കാണ്. അതായത് ഈ VSSCക്കാണ്. അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിനാണ് റോക്കറ്റുകൾ നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം ഉള്ളത്. VSCയുടെ ആസ്ഥാനം തുമ്പ, തിരുവനന്തപുരമാണ്. നിലവിലെ VSSC ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ് കേട്ടോ. അപ്പൊ ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി ഏതാണ്? VSSC ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആസ്ഥാനം തുമ്പയിലെ തിരുവനന്തപുരമാണെന്ന് ഓർക്കുക. ഇനി ഓരോ രാജ്യങ്ങള് ബഹിരാകാശ ഏജൻസി നോക്കാം. ഇന്ത്യയിലേതാ? ഉറപ്പായിട്ട് നമുക്കറിയാം അല്ലെ, ISRO ആണ്. അതൊരിക്കലും മാറില്ല. USA അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, നാസയാണ്. യൂറോപ്പിലെ ESA, ജപ്പാനിലെ JAXA, റഷ്യയിലെ RSA, ചൈനയിലെ CNSA ഒക്കെയാണ് ബഹിരാകാശ ഏജൻസികൾ. ഇത് PSC പലതവണ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്ന് പഠിക്കുക കേട്ടോ. ഇന്ത്യയിലെ ISRO, USA നാസ, യൂറോപ്പിലെ ESA, ജപ്പാനിലെ JAXA, റഷ്യയിലെ RSA, ചൈനയിലെ CNSA ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നമ്മൾ പറഞ്ഞല്ലേ, ഏതാത്? ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചതെന്ന 1971 മുതലാണ്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ആന്ധ്രാപ്രദേശിനടുത്തെ നെല്ലൂരിലാണ്. അപ്പൊ ശ്രീഹരിക്കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നേ? നെല്ലൂർ. തുമ്പ എവിടെയാ? കേരളത്തിലെ തിരുവനന്തപുരത്താണ് തുമ്പ സ്ഥിതി ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിനടുത്തെ നെല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം തുടക്കത്തിൽ ശ്രീഹരിക്കോട്ട റേഞ്ച് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം തുടക്കത്തിൽ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ശ്രീഹരിക്കോട്ട റേഞ്ച് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ശ്രീഹരിക്കോട്ടയാണ്. അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നും ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? ശ്രീഹരിക്കോട്ടയായിരുന്നു. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകിയ വർഷം 2002-ലാണ്. നാമകരണം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നുള്ള AP വാജ്പേയി ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ രോഹിണിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാ? ഇപ്പൊ തന്നെ പഠിച്ചേ, ശ്രീഹരിക്കോട്ടയാണ്. 1971 പ്രവർത്തനം ആരംഭിച്ചു. ആന്ധ്രാപ്രദേശിനടുത്ത് നെല്ലൂരിലാണ് സ്ഥാപിതമായത്. ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നെന്താണ്? ഇത് ഉപഗ്രഹ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകിയത് 2002 മുതലാണ്. അത് പേര് നൽകിയത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള APJ വാജ്പേയി ആണ്. അവിടെ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണിയാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? അന്റാർട്ടിക്ക. ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നാണ് എന്തറിയപ്പെടുന്നത്? അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്. അന്റാർട്ടിക്കയിലേക്കുള്ള ഇന്ത്യൻ പരിവേഷണത്തിൽ 21 അംഗ സംഖ്യ ഉണ്ടായിരുന്നു. അവർ 1989 ഡിസംബർ 6 ഗോവയിൽ നിന്ന് പുറപ്പെട്ട് 1982 ജനുവരി 9 അന്റാർട്ടിക്കയിൽ എത്തി. അന്റാർട്ടിക്കയിൽ എത്തിയ ആദ്യ വ്യക്തി ആരാണ്? റൊണാൾഡോ ആണ് കേട്ടോ. നോർവേക്കാരനാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയിൽ 89.2 ഡിഗ്രി രേഖപ്പെടുത്തിയ അന്റാർട്ടിക്കയിലെ പ്രദേശമാണ് ഏത്? വോസ്റ്റോക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും കാലുകുത്തിയ ഏക ഇന്ത്യക്കാരൻ അജിത് ബജാജ് ആണ് കേട്ടോ. ഇനി ഇന്ത്യക്ക് പുറത്ത് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസും അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി ആണെന്ന് ഓർത്തിരിക്കുക. ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നാണ് എന്തറിയപ്പെടുന്നത്? അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്.
മൈത്രി സ്റ്റേഷനിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള ജലം ശേഖരിക്കുന്ന തടാകമാണ് പ്രിയദർശിനി തടാകം. അപ്പൊ മൈത്രി സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ജലം ശേഖരിക്കുന്ന തടാകത്തിന്റെ പേരെന്താ? പ്രിയദർശിനി തടാകം എന്നാണ്. അന്റാർട്ടിക്കയിലെ സാൻഡ്മാൻ ഹിൽസിലുള്ള ഇന്ത്യയിലെ 3ാമത്തെ പര്യവേഷണ കേന്ദ്രം ഭാരതിയാണ് കേട്ടോ. മൈത്രിയും ഭാരതിയുമാണ് ഉള്ളത്. 3ാമത്തെ ഗവേഷണ കേന്ദ്രമാണ് ഏത്? ഭാരതി. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണത്തിന്റെ ആസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണ സംഘം പുറപ്പെട്ടത് 1981 ഡിസംബറിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണ സംഘത്തെ നയിച്ചത് ഡോക്ടർ ഇസഡ് കാസിമാണ്. മൈത്രി സ്റ്റേഷന് ആവശ്യത്തിന് വേണ്ടി ജലം ശേഖരിക്കുന്ന തടാകം ഏതാണ്? പ്രിയദർശിനി തടാകമാണ്. അന്റാർട്ടിക്കയിലെ എന്താണ് 3ാമത്തെ പര്യവേഷണ കേന്ദ്രമാണ് ഭാരതി. അന്റാർട്ടിക്ക പര്യവേഷണത്തിന്റെ ആസ്ഥാനം ഗോവയാണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണ സംഘം പുറപ്പെട്ടത് 1981 ഡിസംബറിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണ സംഘത്തെ നയിച്ചത് ഡോക്ടർ ഇസഡ് കാസിം ആണെന്ന് കൂടി ഓർത്തിരിക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാ? ആര്യഭട്ടയാണ് കേട്ടോ. 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ഭൗമ അന്തരീക്ഷ ഉപഗ്രഹമാണ് ഏത്? ഭാസ്കര 1. 1979 ജൂൺ 7 ഭാസ്കര 1 വിക്ഷേപിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം അതേതാ? രോഹിണി. നമ്മൾ പറഞ്ഞിരുന്നില്ല, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് രോഹിണി വിക്ഷേപിച്ചത്. എന്നാ 1979 ഓഗസ്റ്റ് 10. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം അതേതാ? ആപ്പിള്. 1981 ജൂൺ 19 വിക്ഷേപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഏതാ? ഇൻസാറ്റ് 1A ആണ്. 1982 വിക്ഷേപിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷൻ ഏതാ? ഗഗനയാൻ ആണ്. ഏതാണ്? ഗഗനയാൻ. അപ്പൊ ഇന്ത്യയിൽ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഭൗമ അന്തരീക്ഷ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണി. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ്. ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷൻ ഗഗനയാൻ. ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷൻ ആണ് ഏത്? ഗഗനയാൻ. ദൗത്യം പൂർത്തിയാക്കുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന എത്രാമത്തെ രാജ്യമായി ഇന്ത്യ മാറും? 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. മറ്റുള്ള രാജ്യങ്ങൾ റഷ്യ, ചൈന, അമേരിക്കയാണ്. ഗഗനയാന്റെ വിക്ഷേപണ വാഹനം GSLV Mk3 ആണ് കേട്ടോ. ഗഗനയാൻ ദൗത്യത്തിന് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഫ്രാൻസും റഷ്യയുമാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ മാൻമെയ്ഡ് സ്പേസ് മിഷനെയാണ് ഇത് ഗഗനയാൻ എന്ന് പറയുന്നത്. ഗഗനയാൻ പൂർത്തിയാകുന്നതോടെ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. റഷ്യ, ചൈന, അമേരിക്കയാണ് മറ്റുള്ള രാജ്യങ്ങൾ. ഗഗനയാൻ ദൗത്യത്തിന് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ഫ്രാൻസും റഷ്യയുമാണ്. ഇനി ആർട്ടിമിസിനെ കുറിച്ച് നോക്കാം. ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കുന്ന നാസയുടെ ദൗത്യമാണ് ഏത്? ആർട്ടിമിസ്. ആർട്ടിമിസിന്റെ ലക്ഷ്യം എന്താ? ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ഒരു യാത്രാ പേടകത്തെ വിക്ഷേപിക്കുക എന്നതാണ്. യാത്രക്കാരുടെ പേടകത്തിന്റെ പേരാണ് ഒറിയോൺ. വിക്ഷേപണ വാഹനം സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണ്, SLS ആണ് കേട്ടോ. അപ്പൊ ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യ എത്തിക്കുന്ന നാസയുടെ ദൗത്യത്തിന്റെ പേരെന്താണ്? ആർട്ടിമിസ്. ആർട്ടിമിസിന്റെ ലക്ഷ്യം എന്താ? ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ഒരു യാത്രാ പേടകത്തെ വിക്ഷേപിക്കുക എന്നതാണ്. യാത്രയുടെ പേടകം ഒറിയോൺ ആണ്. വിക്ഷേപണ വാഹനം സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണ്, SLS. ഇനി ആദിത്യ L1 കുറിച്ച് നോക്കാട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ഏത്? ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം PSLV C57 ആണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ SR ബിജു. ഓൺബോർഡ് പ്രൊപ്പേഷൻ എന്ന പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തേക്ക് പുറത്തേക്ക് പേടകത്തെ എത്തിക്കുന്നു. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗര ഭൗമ ട്രഗേജിൽ പോയിന്റ് L1 ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ഏത്? ആദിത്യ L1. വിക്ഷേപിച്ചതെന്നാ 2023 സെപ്റ്റംബർ 2. വിക്ഷേപണ വാഹനം ഏതാ? PSLV C57. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ SR ബിജു. ഓൺവേർഡ് പ്രൊപ്പേഷൻ എന്ന പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം പുറത്തേക്ക് പേടകത്തെ എത്തിക്കുക എന്നതാണ് പ്രധാന ദൗത്യം. അമേരിക്കയുടെ ചന്ദ്രപരിവേഷണ ദൗത്യങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാ? അപ്പോളോ ദൗത്യങ്ങൾ എന്ന പേരിലാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാനായി 1961 മുതൽ 65 വരെയുള്ള കാലയളവിൽ അമേരിക്ക വിക്ഷേപിച്ച വാഹനമാണ് ഏത്? റേഞ്ചർ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ ഇറങ്ങിയ ആദ്യത്തെ അമേരിക്കൻ പേടകം കൂടിയാണ് ഏത്? റേഞ്ചർ 4. അപ്പൊ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ അമേരിക്കൻ പേടകം റേഞ്ചർ 4 ആണ്. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകമാണ് ഏത്? അപ്പോളോ 8.
മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അപ്പോളോ 2 യാത്ര ആരംഭിച്ചത് 1969 ജൂലൈ 16 മുതലാണ്. അപ്പൊ അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ അറിയപ്പെടുന്നത് അപ്പോളോ ദൗത്യങ്ങൾ എന്ന പേരിലാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാനായി 61 മുതൽ 65 വരെ കാലയളവിൽ അമേരിക്ക വിക്ഷേപിച്ച വാഹനങ്ങളാണ് റേഞ്ചർ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ അമേരിക്കൻ പേടകം റേഞ്ചർ 4 ആണ്. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകമാണ് അപ്പോളോ 8 എന്ന് പറയുന്നത്. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അപ്പോളോ 2 യാത്ര ആരംഭിച്ചത് 69 ജൂലൈ 16 മുതലാണ് കേട്ടോ. ഇനി ചന്ദ്രനിൽ പതാക പാറിക്കുന്ന 4ാമത്തെ രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രൻ ദക്ഷിണ ധ്രുവം പര്യവേഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഓർബിറ്ററും ലാൻഡറും റോവറും ഒരുമിച്ച് കൊണ്ടുവന്ന ISROയുടെ ദൗത്യമാണ് ഏത്? ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 മുൻ നിശ്ചയിച്ച പാതയിൽ നിന്നും തെന്നി മാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും സോഫ്റ്റ് ലാൻഡിങ്ങിന് പകരം ക്രാഷ് ലാൻഡിംഗ് നടന്നതായി ISRO സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് 2019 സെപ്റ്റംബർ 7-ന്. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് മിഷൻ ഡയറക്ടർ ഋതു കരുതലാണ്. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം റഷ്യ ആയിരുന്നു. അപ്പോ ചന്ദ്രനിൽ പതാക പാറിക്കുന്ന 4ാമത്തെ രാജ്യമായതാ ഇന്ത്യയാണ്. ചന്ദ്രയാൻ ചാന്ദ്ര ദൗത്യം 2ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ഏത്? ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. അതെന്താണ്? അത് ഒരു ക്രാഷ് ലാൻഡിംഗ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്തത് 2019 സെപ്റ്റംബർ 7-ന്. ചന്ദ്രയാൻ 2വിന്റെ ദൗത്യ മിഷൻ ഡയറക്ടർ ഋതു കരുതാലാണ്. ചന്ദ്രയാൻ 2വിന്റെ ഇന്ത്യയോട് സഹായിച്ച രാജ്യം അത് റഷ്യയാണ്. ചന്ദ്രയാൻ 2വിന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നും റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നും പെഡലുകളുടെ എണ്ണം 13 കേട്ടോ. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഏത്? ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3ന്റെ ചന്ദ്ര ദക്ഷിണ ധ്രുവത്തെ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി 2023 ഓഗസ്റ്റ് 23 അപ്പൊ ചന്ദ്രയാൻ 2വിന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നും റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നും പെഡോളുടെ പേര് 13 എണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 3 ആയിരുന്നു. ചന്ദ്രയാൻ 3യുടെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 1ന്റെ മൂൺ ഇംപാക്ടർ ചന്ദ്ര ഉപരിതലത്തിൽ ഹാർഡ് ലാൻഡ് ചെയ്ത പോയിന്റ് ജവഹർ പോയിന്റ് എന്നറിയപ്പെടുന്നു. ചന്ദ്രയാൻ 2വിന്റെ വിക്രം ലാൻഡ് ക്രാഷ് ലാൻഡ് ചെയ്ത് നടത്തിയ പോയിന്റ് തിരങ്ക പോയിന്റ് എന്ന് അറിയപ്പെടുന്നു. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡ് സോഫ്റ്റ് ലാൻഡ് നടത്തിയ പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ഒരു വിജയമായിരുന്നു. അത് ലാൻഡ് ചെയ്ത സ്ഥലത്തെ ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു ഭാഗത്തുനിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഏതാ? തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയാണ്. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താ? ഓഫ് കോഴ്സ് ISRO. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനം ISRO രൂപീകൃതമായ വർഷം എന്നാണ് പഠിച്ചിരുന്നല്ലേ, 1960. ഇവിടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം നമ്മൾ പറഞ്ഞിരുന്ന ഏതാ? ദക്ഷിണ ഗംഗോത്രി. 2020 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച അമസോണിയ 1 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിന്റേതാണ്? ബ്രസീലിന്റേതാണ്. LDC മെയിൻസ് ചോദിച്ചുള്ള ചോദ്യമായിരുന്നേ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്ക് ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2021 ചോദിച്ച ചോദ്യം ഏതാ? IRNSS ആണ് കേട്ടോ. ഇനി ISRO ബന്ധപ്പെട്ട് പ്രസ്താവന അപഗ്രഥിച്ച് താഴ്മ ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? ISROയുടെ ആസ്ഥാനം ബംഗളൂരുവാണ്. ശരിയാണോ? ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനം നമ്മൾ പഠിച്ചല്ലേ, ശരിയാണ്. അതുപോലെ സ്ഥാനം പറഞ്ഞ ഉപഗ്രഹം NCVS-01 ആണ്. ശരിയാണോ? ശരിയാണ്. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. 1, 2 ശരി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഏതാ? 10th ഫിലിം സ്റ്റേജ് 4 ചോദിച്ചുള്ളൂ. നമ്മൾ പറഞ്ഞു 2019 ജൂലൈ 22-നാണ്. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരാ? മുത്തയ്യ വനിതയാണ്. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്ന്? 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? എവിടെ നിന്നാ? ഒഡീഷയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ISROയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് ആണ് നോക്കിയത്. ഓൾമോസ്റ്റ് ഓൾ പോയിന്റ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇനി മുതലുള്ള നിങ്ങൾ കൃത്യമായിട്ട് ഇത് മുതലുള്ള വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ടാണ് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ലാബ് സ്റ്റഡി മെറ്റീരിയൽസ് വേണവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.